നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരിയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 11-ാം വാർഡ് മൂക്കന്നൂർ സെന്റ് മേരീസ് ഫൊറോന ചർച്ച് ഇടവകയിൽ ആഴകം തുരുത്തിൽ താമസിക്കുന്ന ജപമാല രാജ്ഞി യൂണിറ്റ് അംഗമായ അമ്മിണി ദേവസ്യയെയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇവർ ഒരു ബോൺ ക്യാൻസർ രോഗിയാണ്. 24 കീമോതെറാപ്പികൾ കഴിഞ്ഞ് ഇപ്പോൾ അതിനു പകരമുള്ള ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് ജസ്റ്റി ദേവസ്കുട്ടി. ഞാൻ മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിലെ മെമ്പറാണ്. ഈ വീടിരിക്കുന്ന സ്ഥലം ഒരു കോളനി പ്രദേശമാണ്. നമ്മുടെ രോഗിയായ ചേച്ചിയുടെ പേര് അമ്മിണി എന്നാണ്. ഈ ചേച്ചിക്ക് ക്യാൻസർ രോഗമാണ്. ചേട്ടനും ഭയങ്കര രോഗാവസ്ഥയാണ്. ഇപ്പോൾ നാട്ടുകാരും ഞങ്ങൾ പ്രദേശവാസികളെല്ലാം പിരിച്ചെടുത്താണ് ചികിത്സ നടത്തി വരുന്നത്. അതുകൊണ്ട് എല്ലാവരും, ഈ പ്രേക്ഷകരെല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിലും ഈ കുടുംബത്തെ ഓർക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും ആത്മാർത്ഥമായി യാചിച്ചുകൊണ്ട് നിർത്തുന്നു. സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ വേണമെന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന് 8 ലക്ഷത്തോളം രൂപ ചിലവ് വരും. നിർധനരായ ഈ കുടുംബത്തിന് അതിനുള്ള കഴിവില്ലാത്തതുകൊണ്ട് 1 വർഷത്തോളമായി അത് നടത്താൻ പറ്റാതെ വിഷമിക്കുകയാണ്. ഈ അവസ്ഥയിലാണ് ഇവർ ഗുഡ്നസ് ടിവിയെ സമീപിച്ച് അപേക്ഷ തന്ന് കാത്തിരിക്കുന്നത്. സുമനസ്സുകളായ പ്രേക്ഷകരിൽ പ്രതീക്ഷയർപ്പിച്ച് ഇവർ പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുകയാണ്. എൻ്റെ പേര് ജോയ്സി. ഇതെൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് നട്ടെല്ലിന് ക്യാൻസറാണ്. 24 കീമോ ചെയ്തു. അതിനുള്ള മരുന്നാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള സഹായം മറ്റുള്ളവരിൽ നിന്നാണ് ഞങ്ങൾ ഇത്രയും നാൾ ഞങ്ങൾ ഈ രോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും തുടർന്നുള്ള ചികിത്സ, അതായത് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് 8 ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത്. അത് കാണുന്ന എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് എൻ്റെ അമ്മയ്ക്ക് മുന്നോട്ടുള്ള ചികിത്സയ്ക്ക് സഹായമാവുള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥനയിലും എല്ലാം നമ്മൾ ഓർക്കണമെന്ന് ഞങ്ങൾ പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിലും സഹായം ഞങ്ങൾക്ക് വേണം. ഭർത്താവ് ദേവസി ഒരു കാർപ്പൻ്റർ ജോലി ചെയ്തിരുന്ന ആളാണ്. ഹൃദയത്തിനുണ്ടായ അസുഖത്തെ തുടർന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിനു ശേഷം ഭാരപ്പെട്ട ജോലികളൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇവർക്ക് ഒരു മകനും ഒരു മകളുമാണുള്ളത്. മകൻ അപ്പൻ്റെ അതേ തൊഴിൽ തന്നെ ചെയ്താണ് കുടുംബം പോറ്റുന്നത്. സ്കൂളിൽ പഠിക്കുന്ന 2 പെൺകുട്ടികളാണ് ഇയാൾക്കുള്ളത്. എൻ്റെ പേര് ദേവസി. ഇതെൻ്റെ ഭാര്യയാണ്. അവൾക്ക് നട്ടെല്ലിൽ ക്യാൻസറാണ്.
24 കീമോ കഴിഞ്ഞു. ഞങ്ങൾ 4 സെന്റ് താമസിക്കുന്നത്. എല്ലാവരുടെയും സഹായം കൊണ്ടാണ് ഇത്രയും നാൾ ചികിത്സ നടത്തിയത്. പക്ഷേ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. 18 ലക്ഷം രൂപയോളം ചിലവ് വരും. ഞങ്ങൾ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുടുംബമാണ്. ഞങ്ങളെ എല്ലാവരും സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. നിങ്ങളെല്ലാവരും അകമഴി സഹായിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ ഓർക്കാൻ വേണം. ഞങ്ങളെ അനുഗ്രഹിക്കണം. രണ്ടു വർഷം മുൻപാണ് ഈ അമ്മയ്ക്ക് അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത്. ഡോക്ടറെ കണ്ടപ്പോൾ കുറേ ടെസ്റ്റുകൾ നിർദ്ദേശിച്ചെങ്കിലും എല്ലാം ചെയ്യാനുള്ള പണം ഇല്ലാതെ വന്നതുമൂലം 1 വർഷത്തോളം കഴിഞ്ഞാണ് പരിശോധനകൾ പൂർത്തീകരിക്കുവാൻ സാധിച്ചത്. അപ്പോഴാണ് മജ്ജയെ ബാധിക്കുന്ന ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞത്. അപ്പോഴേക്കും രോഗം കടുത്തുപോയിരുന്നു. കീമോതെറാപ്പി കൊണ്ട് മാത്രം രോഗം മാറുന്ന അവസ്ഥയിലല്ല രോഗത്തിൻ്റെ സ്ഥിതി. സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണ് ശാശ്വതമായ പരിഹാരം. ഈ തേങ്ങലുകൾക്ക് 1000 വാക്കിനേക്കാൾ അർത്ഥമുണ്ട്. ഇതിൻ്റെ അനുരണനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു പ്രാർത്ഥനയായി മാറട്ടെ. ഇവരുടെ ഈ തീവ്ര ദുഃഖത്തിൽ നമുക്കും ഒരു ആശ്വാസമായി മാറാൻ കഴിയട്ടെ. എൻ്റെ പേര് ടോമി. ഞാൻ അമ്മ ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളാണ്. അമ്മ ചേച്ചിക്ക് ഈ അസുഖം വന്നിട്ട് കുറേ നാളുകളായി. കുറേ ഹീമൊക്കെ ചെയ്തു. ഇനിയും തുടർന്നുള്ള ചികിത്സയ്ക്ക് നല്ലൊരു പൈസ വേണ്ടി വരും. മജ്ജയിൽ, അതായത് എല്ലിൻ്റെ ഉള്ളിൽ മജ്ജയിൽ ക്യാൻസറാണ്. അപ്പോൾ അതിന് വേണ്ടി നല്ലൊരു തുക ചിലവാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 8 ലക്ഷം രൂപ അടുത്തോളം വരും. അപ്പം എല്ലാവരും സഹായം ചെയ്താണ് ഇത്ര നാൾ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇനി ഇതിനുള്ള ചികിത്സയ്ക്കുള്ള സഹായങ്ങൾ നല്ല ഗുഡ്നസ് ടിവിയുടെ നല്ല പ്രേക്ഷകരോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ദുഃഖിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർക്ക് എന്നും കഴിഞ്ഞിട്ടുണ്ട് എന്ന പ്രത്യാശയിലാണ് ഈ കുടുംബം കാത്തിരിക്കുന്നത്. മനുഷ്യജീവന്റെ വില തന്നെയാണ് മാനവികതയുടെ കരുത്തിനാധാരം. ദൈവം തൻ്റെ ശ്വാസം നൽകി ഉണർത്തിയ മനുഷ്യജീവൻ ദൈവത്തിന് എത്രയോ വിലപ്പെട്ടതാണോ ആ വില തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ ജീവകാരുണ്യ പ്രവൃത്തികൾക്കുമുള്ളത്. ഇവയുടെ അർത്ഥവും വ്യാപ്തിയും പുണ്യവും ഇവിടെയാണ് നാം കണ്ടെത്തുന്നതും കണ്ടെത്തേണ്ടതും. അതിനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തരട്ടെ എന്ന് ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യാം. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ
samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടി വിയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ അഖിൽദാസ് എന്ന സഹോദരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്നത് അഖിൽദാസിൻ്റെ അയൽവക്കത്തുള്ള ആദർശ് എന്ന യുവാവാണ്. അവർക്ക് ഇന്ന് ചികിത്സയുടെ ഭാഗമായിട്ട് ആശുപത്രിയിൽ പോകേണ്ടതുള്ളത് കൊണ്ട് അവർക്ക് വരാൻ സാധിച്ചില്ല. പകരം അവരുടെ അയൽവക്കക്കാരനും സുഹൃത്തുമായ ആദർശിനെ അവർ ഇങ്ങോട്ട് അയക്കുകയാണ് ചെയ്തത്. നിങ്ങളൊരു പക്ഷേ അറിഞ്ഞതുപോലെ തന്നെ അഖിൽദാസിനുണ്ടായ അന്നു മുതൽ അസുഖമായിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോഴാണ് ആ കുട്ടിക്ക് കിഡ്നി രോഗമാണെന്ന് തിരിച്ചറിഞ്ഞത്. അന്നു മുതൽ അതിനുള്ള ചികിത്സകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും 22 വയസ്സായി. ഈ കാലഘട്ടം മുഴുവനും ചികിത്സയിലൂടെയായിരുന്നു കടന്നുപോയത്. ഇപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് ഡയാലിസിസ് നടത്തുന്നുണ്ട്. ഇനി ചെയ്യേണ്ടതായിട്ടുള്ള ചികിത്സ എന്ന് പറയുന്നത് കിഡ്നി മാറ്റി വയ്ക്കലാണ്. അതിനുള്ള സഹായമാണ് നമ്മളെ കൊണ്ട് സാധിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച സഹായമാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഇവരുടെ വീട് ഹരിപ്പാടുള്ള വലിയ അഴീക്കൽ എന്ന സ്ഥലത്താണ്. അപ്പോൾ അത്രയും ദൂരെ നിന്നാണ് അവരിവിടെ വന്നിരിക്കുന്നത് അത് മേടിക്കുന്നതിനായിട്ട്. പ്രിയപ്പെട്ടവരെ, ഈ അഖിൽദാസിനെ കുറിച്ച് ഗുഡ്നസ് ടി വിയിലൂടെ പരിചയപ്പെടുത്തിയപ്പോൾ വളരെയധികം പേര് അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് എന്നോട് ഫോൺ വിളിക്കുകയുണ്ടായി. പലരും അവരുടെ പ്രാർത്ഥനാ സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയുണ്ടായി. അതുപോലെ വേറെ ചിലർ ചില സ്ഥലങ്ങളൊക്കെ നിർദ്ദേശിക്കുകയുണ്ടായി. ഇതിന് പെട്ടെന്ന് അല്ലെങ്കിൽ രോഗം സുഖപ്പെടുത്തുന്നതിന് ചികിത്സിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ നിർദ്ദേശിക്കുകയുണ്ടായി. നിങ്ങളുടെ എല്ലാവരുടെയും ആ നല്ല മനസ്സിനെ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ടി വിയിലൂടെ കാണിച്ചപ്പോൾ ഗുഡ്നസ് ടി വിയുടെ നല്ല പ്രേക്ഷകർ സഹകരിച്ചതിൻ്റെ ഭാഗമായിട്ട് 1,90,000 രൂപ സമാഹരിക്കുന്നതിനായിട്ട് നമുക്ക് സാധിച്ചു. ആ തുക ഇപ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അഖിൽദാസിന് വേണ്ടി ഇവിടെ വന്ന ആദർശ് എന്ന ഈ യുവാവിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടി വിയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുകയാണ്. ഈ സഹോദരനെ ഗുഡ്നസ് ടി വിയിലൂടെ കാണിച്ചപ്പോൾ അത് കണ്ട നിങ്ങൾ വളരെ ഉദാരമായിട്ട് സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വന്നു. സാമ്പത്തികമായിട്ട് മാത്രമല്ല, പ്രാർത്ഥന വഴിയായിട്ടും സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്ന ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. ഈ പയ്യൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ പലർക്കും സഹിക്കാനായിട്ട് സാധിച്ചില്ല. പലരും എന്നെ ഫോണിലൂടെ വിളിച്ച് വിശേഷങ്ങൾ ചോദിക്കുകയും വിശദാംശങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്തത് ഞാൻ ഓർക്കുകയാണ്. ഒരാൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് പണം തരണമെന്ന് വളരെ ആഗ്രഹമുണ്ട്, കാര്യമായിട്ടൊന്നും തരാനില്ല. അതുകൊണ്ട് എൻ്റെ ഭാര്യ എന്നെ നിർബന്ധിക്കുന്നത് ഇനി 1 ദിവസത്തെ കൂലി കൊടുക്കണം എന്നുള്ളതാണ് എന്ന്. അങ്ങനെ അദ്ദേഹം 600 രൂപ അയച്ചു തന്നത് ഞാൻ പ്രത്യേകമായിട്ടും ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തുകകൾ ആളുകൾ അയച്ചു തന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയ ഒരു തുക സമാഹരിക്കുന്നതിനും കൊടുക്കുന്നതിനുമായിട്ട് നമുക്ക് സാധിച്ചത്. നിങ്ങളെല്ലാവരെയും ഞാൻ നന്ദിപൂർവ്വം ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ല ആയുസ്സും ആരോഗ്യവും ദൈവം തന്ന് നിങ്ങളെ ഇങ്ങനെയുള്ള സംരംഭങ്ങളിൽ കൂടെ നിൽക്കുന്നതിനുള്ള അവസരം ദൈവം ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു രോഗം ബാധിച്ചിരുന്നെങ്കിൽ എന്തുമാത്രം പൈസ അതിനുവേണ്ടി നമുക്ക് ചെലവഴിക്കേണ്ടതിനായിട്ട് വരുമായിരുന്നു. ഇങ്ങനെ കൊടുക്കാനും ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ ഒരുപക്ഷെ നമുക്ക് അതിനുവേണ്ടി ചെലവഴിക്കുന്നതിനായിട്ട് ഇടയാകുമായിരുന്നു. എന്നാൽ ദൈവം പ്രത്യേകമായ വിധത്തിൽ നമ്മയൊക്കെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള സംരംഭങ്ങളിലൊക്കെ പങ്കുചേരുന്നതിനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം ഈ അഖിൽദാസ് എന്ന സഹോദരനെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. ഇനിയും പ്രാർത്ഥിക്കാം അദ്ദേഹത്തിന് വേണ്ടി. 22 വയസ്സേ പ്രായമായിട്ടുള്ളൂ. അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തിലേക്ക് കടന്നു വരുന്നതിനും മറ്റ് ആളുകൾ ജീവിക്കുന്നത് പോലെ ആരോഗ്യത്തോടും ശക്തിയോടും കൂടെയൊക്കെ പ്രവർത്തിക്കുന്നതിനുമുള്ള എല്ലാ അനുഗ്രഹവും കൃപയും ദൈവം നൽകണമേ എന്ന് നമുക്ക് സമർപ്പിച്ച് ഇനിയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയും
ഗുഡ്നസ് ടിവിയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നന്ദി. വൃക്ക സംബന്ധമായ അസുഖത്താൽ വളരെയേറെ ദുരിതമനുഭവിക്കുന്ന എൻ്റെ സഹോദരനായ അഖിൽദാസിന് വേണ്ടി ഇത്രയും തുക സംഭാവനയായിട്ട് തന്ന ഗുഡ്നസ് ടിവിയുടെ ഓരോ പ്രേക്ഷകർക്കും ഗുഡ്നസ് ടിവിക്കും അഖിൽദാസിന് വേണ്ടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്.